ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ മൂച്ചിമന്ന് മാങ്ങ അരക്കുക, അത് ഫുള്ള് ബോക്സിലാക്കിയിട്ട് പൈപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ അരക്കലാണ്. അപ്പോൾ മാവിൻ്റെ മരത്തുമ്മൽ നമ്മളൊരാളെ കയറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. കയറിയ ആൾക്ക് നമ്മൾ എന്താ പറയുക, ഒരു ദിവസത്തെ കൂലിക്കായി എന്ന് പറഞ്ഞാൽ 1000 റുപ്യ നമ്മൾ കൊടുക്കണം. അത് എത്ര മണിക്കൂറായാലും 1000 റുപ്യ. മാങ്ങ കണ്ടില്ലേ, എന്താ മാങ്ങ. അപ്പോൾ ഈ മാങ്ങ അവിടെ മേലെ ഇറക്കുമ്പോൾ താഴെ വീണ, ഈ താഴെ വീണൊക്കെ നമ്മൾ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. താഴെ വീകാത്ത മാങ്ങകൾ നമ്മൾ വരിയിലാക്കിയിട്ട് ബക്കറ്റിലാക്കിയിട്ട് താഴെ ഇറക്കും. ഇതൊക്കെ മേലെ നിന്ന് പൊട്ടിക്കുമ്പോൾ വീഴുന്ന മാങ്ങകളാണ്. ഇത് കണ്ടില്ലേ, കുറേ മാങ്ങകൾ. കുറേ രാത്രി ആയാൽ വവ്വാൽ എന്താ ഈ മാങ്ങ കണ്ടില്ല ഉപ്പിലിട്ടാണ്ട് ഉപ്പും മുളകും പൊടിയൊക്കെ വേണ്ടി കൂട്ടിയാണ്ടാണ്ട് അടിച്ചാണ്ടല്ല ഐസ്. അപ്പോൾ വീണ്ടും പൊട്ടിയതാണ്. മാങ്ങ നല്ല വലിപ്പമുള്ള മാങ്ങ, പഴുപ്പിച്ചാൽ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റായ മാങ്ങ. ആവശ്യക്കാരേറെയാണ്. ഇതാണ് നമ്മളെ അരക്കുന്ന പ്ലാൻ. ഉണ്ടെങ്കിൽ വലിയൊരു തോട്ടിയാണ്. തോട്ടി നല്ല വലിപ്പം കൂടുതലാണ്. ആ തോട്ടി വലിപ്പം കൂടുതലായതുകൊണ്ടാണ് ഭയങ്കര സീനായത്. ഒരു ബോക്സ് ഇപ്പോൾ അവിടെ അറുത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ ഞങ്ങൾ ഇതാണ് അരക്കൽ. ഇതരക്കുക. ആ ബക്കറ്റിൽ ഒരു ബക്കറ്റുണ്ട്, ഒരു ക്യാരറ്റ് കിട്ടിയിട്ട് ആ ബക്കറ്റ് ഒന്ന് തള്ളിയിടേ, അപ്പോഴേ അറിയുന്നു. ഇതാണ് മാങ്ങ അരക്കൽ. മാങ്ങ അറുത്തിട്ട് ബോക്സിലാക്കുക. ഈ മാങ്ങ നേരെ ബോക്സിൽ ആക്കും. മാങ്ങൻ്റെ വലിപ്പം കണ്ടു. ഒരു മാങ്ങൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണൂല, അങ്ങനെ കണ്ടാലും തുമ്പനും തുമ്പിയും കണ്ടാ. ഇതാണ് മാങ്ങ പറിക്കൽ. കണ്ടകളി മാങ്ങ തോട്ടിയിൽ വലിച്ച സക്സസ്. മാങ്ങ പറിക്കൽ അപ്പം ഞങ്ങൾ മാങ്ങൊക്കെ ഫുള്ള് അറുത്ത് നമ്മൾ ബോക്സിലാക്കിയിട്ട് 2 ബോക്സ് ഉണ്ട്, 3 ബോക്സ് ഉണ്ട് ടോട്ടലി. ബോക്സിലാക്കിയിട്ട് ആദ്യം 4 അട്ടിക്കായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കൊന്നൻ്റെ ഇല മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെന്താ ന്യൂസ് പേപ്പറും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഫുള്ള് അടച്ചിട്ട് ഫുള്ള് പച്ചമാങ്ങയാണ്. ഫുള്ള് അടച്ച് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് മാങ്ങ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഫുള്ളായിട്ട് അടക്കും. മേലെ കാർബോണിൻ്റെ ചട്ടൊക്കെ വെച്ചുകൊണ്ട് 2 ബോക്സ്, പിന്നെ ഒരു ചെറിയൊരു ബോക്സും ഉണ്ട്, അതും അടക്കും. അതിന് ശേഷം നമ്മളൊരു 4 ദിവസം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ മാങ്ങ ഒക്കെ ഏകദേശം പഴുത്തിട്ടുണ്ടാവും. ഒക്കെ പച്ചമാങ്ങയാണ്. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ 4 ദിവസം മുന്നേ മാങ്ങ എടുത്തിട്ട് മാങ്ങ പൂപ്പിക്കാൻ വെച്ചിരുന്നു. ബോക്സിലാക്കിയിട്ട് കൊന്നൻ്റെ ഇലയും വെച്ചിട്ട് പൂപ്പിക്കാനാക്കി വെച്ച മാങ്ങ നമ്മൾ അതിൻ്റെ ബോക്സ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പൂത്തിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് തുറക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നേരെ തുറക്കാം നമുക്ക്. ഇതാണ് ഒരു ബോക്സ്. ഏകദേശം ഫുള്ള് മാങ്ങ പൂത്തിക്കുന്നു. എന്താണ് മാങ്ങ, നല്ല നാടൻ മാങ്ങ,
പക്ഷേ 2 പൂക്കാത്തുണ്ട് കേട്ടോ. അപ്പം മേലത്തെ അറ നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ അത് മേലത്തെ അറ അങ്ങോട്ട് മാറ്റുക. പൂത്ത് അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് മാറ്റിക്കുക. ഈ മാങ്ങ ആദ്യം എന്തേ അടുത്ത പെട്ടി നമ്മൾ റിമൂവ് ചെയ്യണ്, അല്ല തുറക്കുകയാണ്. വാ എന്താ സ്മെല്ല്! അപ്പോൾ ഗൈസ് ഈ ബോക്സിൽ വെച്ചിരുന്ന് ഈ ബോക്സത്തെ ഇതാ എന്താ ഫുള്ള് മാങ്ങ പൂത്തുകണ് കേട്ടോ. ഒരു മാങ്ങ പോലും പൂക്കാത്തില്ല, ഫുള്ള് മാങ്ങ പൂത്തുക്കണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പാത്രത്തേക്ക് ഫുള്ള് ഇടുകയാണ്. ഓക്കെ, പൂത്ത ഫുള്ള് ഈ ബോക്സൊക്കെ ആക്കിയിട്ട് മാറ്റിക്കുക. ഓക്കെ, ഇതിൻ്റെ ഫുള്ള് പൂത്ത വാങ്ങുന്നു. ഒരൊറ്റ ഒന്ന് പൂക്കാതെ ചെയ്യുക. ഇതിൽ 2 ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇന്ന് തന്നെ പൂക്കും. കാരണം വെച്ചാൽ ഇവനാണ് മാറ്റി വെച്ചത്. ഇവനും മാറ്റി ഇതിൻ്റെ ബോക്സത്തെ ഉള്ളു പൂത്താണ്. പൂത്ത മാങ്ങ പറഞ്ഞാലേ നമ്മൾ ഇത് നാടൻ പൂപ്പിക്കൽ രീതിയാണ്. അപ്പോൾ നാടൻ മാങ്ങ അല്ല, ഈ മാങ്ങകൾ കണ്ടാൽ ഇതിന് മധുരങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ല മധുരം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അത്രയും സെറ്റാണ്. ഈ ഇലക്കെ നമ്മൾ ഒഴിവാക്കണം. ഒരു ബോക്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇട്ടപ്പോൾ. ഒരു ബോക്സിൻ്റെ മേലത്തെ അറയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും പൂത്താൻ റെഡിയായി. ഇതിങ്ങോട്ട് ഇറക്കി വെച്ച് നമ്മൾ 2ാമത്തെ അറയാണ് പൊക്കുക. ഇതിങ്ങനെ മാറ്റിക്കുക. ഈ 3 പൂക്കാത്തുണ്ട്. ഓക്കെ, രണ്ടാമത്തെ അറ പൊക്കി നമ്മൾ ഇത് ഫുള്ള് കൊന്നൻ്റെ ഇല കേട്ടോ. കൊന്നൻ്റെ ഇല മേലെ ഇട്ട് കൊടുക്കുക. ഇത് 4 ദിവസം മുന്നേ ഇട്ടതാണ്. ഇത് പൂക്കാത്തൻ്റെ നമ്മൾ മാറ്റി വെക്കും. ഇതൊരു പൂക്കാത്ത് കുറച്ചുണ്ട്, അത് ഇന്ന് തന്നെ പൂക്കും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് സാധനം അവിടെ നോക്കി മാങ്ങൻ്റെ ഗ്രേസിങ് കണ്ടേ ഒരു കേടുണ്ടാവില്ല. കുട്ടികൾക്ക് നല്ലപോലെ കൊടുക്കുക. മറ്റേ മാങ്ങൊക്കെ നമ്മൾ മരുന്ന് അടിച്ചിട്ടും എന്തൊക്കെ സാധനങ്ങൾ മായം ചേർത്തിട്ടാണ് പൂപ്പിക്കൽ. ഇത് നമ്മളത് അങ്ങനെ ഒന്നും, നമ്മളത് ഫുള്ള് കണ്ടാളിട്ട മാങ്ങ കണ്ടാളി ഫുള്ളല്ല പൂത്താണ്. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് അത് മനസ്സിലാവാത്തതാണ്. നല്ല കളറുണ്ട്. ഇതാ ഇതൊക്കെ നോക്കി കളറ് ഇതാ. ഇതിൽ കുറച്ച് പൂക്കാത്തുണ്ട്. ഇനി 3ാമത്തെ അറ നമ്മൾ മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മൾ കണ്ട് മാറ്റി വെക്കുക. ഇത് പൂത്താണ്. ഇതൊന്നും തീരെ പൂത്തിട്ട് കേട്ടോ. ഇതൊക്കെ പച്ച കളറാണ്. അതൊക്കെ നമ്മൾ ഇന്നത്തിൽ മാറ്റി വെക്കും. ഇന്നത്തിൽ മാറ്റി വെക്കുക പറഞ്ഞാൽ വേറൊരു ബോക്സിൽ നേരത്തെ കാണിച്ചില്ല ലൈറ്റുള്ള ബോക്സ് അതിലിടും. ഞാൻ അവിടെ ഇതൊരു ബോക്സാണ്, ഇതിൻ്റെ താഴെ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ പൊട്ടിക്കാനാവുന്നു. ഇതിൻ്റെ ലാസ്റ്റ് അറിയണത്
ആസ്റ്റർ കണ്ടില്ലേ. ഇതിലും അധികം പൂത്തുണ്ട്. ഒന്നൻ്റെ ഇട്ട തന്നെയാണ്. ഒന്നൻ്റെ നല്ല ഇട്ടിട്ടില്ല. അതിൻ്റെ മേലെ കാർബോണിൻ്റെ പെട്ടിച്ച് ഈ ചെറിയ ഓട്ടാക്കിയാണ്. ഉറുമ്പള പണിയാണ്. ഓട്ടായതൊന്നും ആൾക്കാർക്ക് കൊടുക്കൂല. നല്ല സാധനം മാത്രം ആൾക്കാർക്ക് കൊടുക്കും. നല്ല മാങ്ങ മാത്രം. ഓക്കെ. ഇനി ഇതിൽ പൂക്കാത്ത നമ്മൾ മറ്റേ വലിയ പെട്ടിയിലാണ്ട് വെക്കും. വലിയ പെട്ടിയിൽ വെച്ചാൽ പെട്ടെന്ന് പോക്കും. ഓക്കെ. ഇതൊക്കെ എടുക്കുക. ഇതൊക്കെ സാധനം പൂത്ത തന്നെയാണ്. പൂക്കാത്തൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ നമുക്ക് ആ മറ്റേ ബോക്സിലേക്ക് വെക്കണം. ഇതൊക്കെ പൂപ്പുണ്ട്. ഒരു മീഡിയം പൂപ്പ് വയ്ക്കണേ. നാളൊക്കെ കല്ലം പോലെ പൂക്കും. ഓക്കെ. ഇതൊക്കെ മറ്റേ ബോക്സ് കണ്ടാക്കിയാൽ നാളെ ഇന്ന് രാത്രി 9 ഫുള്ള് പൂക്കും. ഫുള്ള് കളറ് വരും. അടുത്ത ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തിക്കണ്. ഇതൊക്കെ പൂത്താണ്. അടുത്തറൻ്റെ ഉള്ളിൽ ഒരു അറിമ്പാടി ഉണ്ടാവും. ഇതിൽ ഏകദേശം പൂത്ത തന്നെയാണ് ഫുള്ള്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാങ്ങ ഇതൊക്കെ നോക്കി ഏതാ മാങ്ങ. ഇതൊക്കെ പൂപ്പിക്കണമെങ്കിലേ ഇതൊക്കെ ഇങ്ങനെ ആയി വരണമെങ്കിലേ ഇതൊക്കെ അങ്ങാടിയത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ എന്താണ് ചാർക്കോള അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പൂപ്പിച്ചത്. നമ്മൾ മരുന്ന് ചെയ്യാതെ വിഷം ചെയ്യാതെ കുട്ടിയെ കൊടുക്കുന്ന രൂപത്തിലുള്ള പൂപ്പിക്കലാണ്. ഇതൊക്കെ ആയത് തന്നെയാണ്. അധികം പൂക്കാത്ത നമ്മൾ മാറ്റിവെക്കും. ഇതൊക്കെ മാറ്റിവെക്കണം. ഇതാ ബോക്സിൽ നിന്നാണ്ട് വെച്ചാൽ നാളേക്കൊക്കെ തീരെ പൂത്തിട്ടില്ല. ഇതൊക്കെ കുറച്ചായിട്ടുണ്ട്. ഏകദേശം ഈ ബോക്സ് ഈ വട്ടപാത്രം നിറയാറായി. ഇതൊക്കെ ചെറിയ പൂപ്പാണ്. ഇത് ലാസ്റ്റ് അറിയാണ്. ലാസ്റ്റ് നമ്മൾ മാന്തി വെക്കുക. കുറേ കൊന്നൻ്റെ ഇലയില്ലേ. കൊന്നൻ്റെ ഇലയൊക്കെ ഒരുപാടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പൂപ്പിച്ച അന്നത്തെ ഇലകളാട്ടാ. ഇവിടെ നോക്കാൻ ഇവിടെ നോക്കിയൊരു മാങ്ങൻ്റെ വലിപ്പമുണ്ട്. നല്ല ദമ്മ മാങ്ങയാണ്. ഇതൊക്കെ ആൾക്കാർ അപ്പം തന്നെ കൊണ്ടുപോകും. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യും. ഇതായിട്ട് കഴിഞ്ഞാൽ ഇത് മാങ്ങ ഫുള്ള് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും. സ്റ്റാറ്റസ് വെച്ച് അങ്ങനത്തെ കച്ചവടം കേട്ടോ. സ്റ്റാറ്റസ് വെച്ചിട്ട് 2 കിലോ 100 എന്ന് പറയും. അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് അയക്കും. അപ്പോൾ ഡെലിവറിയാണ്. നമ്മളെ അടുത്തുള്ളവർക്കൊക്കെ ഡെലിവറി. ഈ ഡെലിവറി ഇതാണ് മാങ്ങ പൂത്ത മാങ്ങകൾ. ഇതൊക്കെ ആ ബോക്സിലാണ്ട് വെച്ചാലേ എന്താ മറ്റേ വലിയ ബോക്സ് നിറച്ച് കിട്ടി. എന്താ ഈ ബോക്സാണ് മാറ്റിയേക്കണം. ഈ ബോക്സാണ് മാറ്റി വെച്ചാൽ നമുക്ക് കൊടുക്കാണ്ട് കുറച്ച് ആൾക്കാർക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. ആ പൊക്കാത്ത മാങ്ങകൾ ഫുള്ള് നമ്മൾ
ഈ പെട്ടിയാക്കിയാൽ പെട്ടെന്ന് പൂക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ മേലെ അടപ്പുണ്ട്. നാളെ തന്നെ പൂക്കും. ആദ്യം ഇലയിട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ മാങ്ങ എടുക്കുക. ഇതിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി, സാധനം പക്കാവും. ഇത് ഏകദേശം പൂപ്പുണ്ട്. ഇതന്നെ പരിപാടി, മാങ്ങ പൊയിപ്പിക്കൽ. ഏതായാലും പണി കുറവാണ്. പണി കുറവെന്ന് വെച്ചാൽ വെള്ളമായി അവിടെ നാട്ടിൽ മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് പണി ചെയ്യാതായപ്പോൾ നമ്മളെ മൂച്ചുമെന്ന് മാങ്ങ ഇറക്കുക, അത് ഒപ്പിക്കുക, അത് വിൽക്കുക. വേറെ പരിപാടിയൊന്നും ചെയ്യല്ല. ഇവരൊക്കെ ഇവന്മാരൊക്കെ തീരെ കുറച്ച് അതിൻ്റെ മേലെ അങ്ങനെ മറ്റേ ഒന്നൻ്റെ ഇട്ട് കൊടുക്കുക. ഇതന്നെ പരിപാടി, സിമ്പിൾ പരിപാടി, വലിയ റിസ്ക് ഒന്നും ഇല്ല. പെട്ടെന്ന് വെക്കും. ഇത് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് സാധനം സെറ്റായിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചാൽ വാങ്ങാട്ടോ. ഇത് ഏകദേശം പൂത്ത തന്നെയാണ്. നമ്മൾ വെക്കുമ്പോൾ അടുപ്പിച്ച് വെക്കണം. അപ്പം എന്താണ്, അത് തിങ്ങിക്കെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല ചൂടുമല്ല, ചൂടത്ത് പെട്ടെന്ന് പൂക്കും. പക്ഷെ അതൊന്നും പൂത്തിടാനാണ് കേട്ടോ. എന്നിട്ടൊന്നും ഇപ്പോൾ ചിലപ്പം ചിലത് കളറ് വരണേ. ആൾക്ക് സെറ്റായി പോക്കൂട്ടാ. ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ഇലട്ട് കൊടുക്കുക. ഇതൊന്നും യൂട്യൂബിൽ വന്നിട്ടാണ്. ഇതിപ്പോൾ മേലെ മൂന്നാമത്തെ ഭാഗമാണ്. ഏകദേശം ഇത് നല്ല പൊഴുത്തുക്കണ്. പക്ഷെ അതിൻ്റെ കളറ് കൊണ്ട് വന്നിട്ടില്ല. കളറ് വരണമെങ്കിൽ മൂന്നാറായി. ഇതിന് മേലെ ഇന്നതാണ് ഇതാണ് അടക്കുക.